ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പടപ്പറമ്പുള്ള പാപ്പിലിയോ വണ്ടർലാൻഡിലാണുള്ളത്. ഒരു കിഡ്സ് പാർക്കാണിത്. ഇത് നമ്മൾ ഹായ് ഇത് നമ്മൾ മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് അവിടുന്ന് കുളത്തൂർക്ക് പോണ വഴിയിലാണ് ഈ ഒരു പാർക്കുള്ളത്. ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ മക്കളായിട്ട് വന്നാൽ ശരിക്ക് എൻജോയ് ചെയ്ത് പോവാം. ഇന്നിപ്പോൾ ഒഴിവ് ദിവസമായപ്പോൾ കുട്ടികളായിട്ട് അതെ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണല്ലോ. അപ്പം ഇങ്ങനെ വന്നതാണ്. കണ്ട അമ്പൂസൊക്കെ അവിടെ ഭയങ്കര കളിയിൽ. അമ്പൂസിൻ്റെ ഫ്രണ്ട് സൈബ, അമ്പൂസ് ചുട്ടി അവിടെ ഉണ്ട്. ആദം ഓടി നടക്കുന്നു. ആദം എവിടെ കേൾക്കണ്? അവനൊക്കെ ആവേശത്തിലാണ്. ഒരു ചെരുവില് അല്ലേ, ഒരു കുന്നിൻ്റെ ഒരു ചെരുവിലാണ്. അതിലൊരു ഭംഗിയുണ്ട്, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു എക്സ്പ്രസ് ഉണ്ട്. എന്ത് എക്സ്പ്രസ് ആണ്? ഈവനിങ് എക്സ്പ്രസ്. എനിക്ക് തോന്നുന്നത് അതിൽ വൈകുന്നേരം ചായക്ക് കിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഇന്ന് സിസ്റ്ററും ഉണ്ട് കൂടെ. ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അവരൊക്കെ ഇതാ അപ്പോത്തിന് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം അവരെവിടെ എത്തി എന്നൊക്കെ നോക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഒരു കണ്ട ഉടനെ തന്നെ ഓടി പോയി. അവർക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല കളിയിലാണ്. നമ്മളൊന്നും ആവശ്യമില്ല കേട്ടോ. എവിടെ എത്തി? ഞാനും എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാതും ഉണ്ട്. പല പല റൈഡുകളും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ. എന്താണ് അവിടെ പരിപാടി? നല്ല കളിയാണ്. ആദമൊക്കെ കണ്ട ഉടനെ തന്നെ ഓടിപ്പോയി. ഒരു പല്ലി, വലിയൊരു പല്ലി. അമ്പൂസേ, ഈ സിംഹത്തിന്റെ ഗുഹയിൽ പോയാ? അമ്പൂസും സൈബിയും ഗുഹയിൽ പോയാ? ഒന്ന് പോയി നോക്കാം നമ്മൾ ഒന്നുകൂടി. വേണ്ട, ഒരാടെ ഭയങ്കര കളിയിലാ അല്ലേ. ചുട്ടിയുടെ പോയി? ചുട്ടിയുടെ ആദമിന്റെ. ഇവിടെ ചെറിയ ബോട്ടിംഗ് ഉണ്ട് കേട്ടാ. അപ്പേ ഒരു കുഞ്ഞു ബോട്ടിംഗ് ഉണ്ട്. ചെറിയ കുട്ടികൾ മാത്രം ഇറങ്ങാൻ പറ്റും. ഇത് ബോട്ടിംഗ് ആണ്. ഇതല്ല, പൂളല്ല. പൂൾ അവിടെയാണ് കണ്ടാ. ഇത് ബോട്ട് പോണാണ് ദൈബ. പൂൾ അവിടെയാണ് കണ്ട, കുഞ്ഞു പൂള്. കുട്ടികൾക്ക് മാത്രമല്ലേ, ചെറിയൊരു പൂളാ. സ്വിമ്മിംഗ് പൂള്. അവിടെ അമ്പൂസ് അവിടെയാണേ. എടുക്കടാ, നമ്മളിങ്ങനെ കുറച്ച് ആടിയിട്ട് ഇറക്കി തരാട്ടെ ഞാന്. നമ്മളെ ബില്ലറ്റുമ്മലൊക്കെ അങ്ങനെയല്ലേ പോവാ. അതിമ ചവിട്ടിട്ടാണ് ബില്ലറ്റുമ്മ പോകുക. അതിമ ചവിട്ടിക്ക. കുട്ടികളുണ്ടല്ലോ ശരിക്കും ആസ്വദിച്ച് കളിക്കുകയില്ല. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ റൈഡുകളും ഉണ്ടല്ലോ, ഓരോന്നിലും മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ സീസോലൊക്കെ അവർ ശരിക്കും ആഘോഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതായി പരിപാടി. ഈ കറങ്ങലില് ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു. അതെ, കയറിയപ്പോൾ പിന്നെ അവൻ ഇറങ്ങണില്ല. അങ്ങനെയായി. താത്താരെ കൂടെ അവനായിട്ട് കൂടി അർമാദിക്കുകയായിരുന്നു. പിന്നെ ഈ ക്ലൈംബ് ചെയ്യുന്ന സാധനത്തിലേ അമ്പൂസിന് ആദ്യം കയറാനൊരു പേടി ഉണ്ടായിരുന്നു. 1-2 തവണ അവള് സ്ലിപ്പായി. പക്ഷെ വീണ്ടും പിന്നെ കയറിന്ന് മാത്രമല്ല, അവള് പിന്നെ ആ സാധനമല്ലേ, ആ കറക്കണ സാധനം എൻ്റെ മേലുള്ള അതൊക്കെ പിടിച്ച് കറക്കി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള നോക്കണ പരിപാടി വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ കുട്ടികളത് ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അതുപോലെ ഈ ഊഞ്ഞാൽ സ്പീഡിൽ ആട്ടണം, അതാണ് പിന്നെ അവരെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. പിന്നീട് കയറുകയും ചെയ്ത് അവനും ഇതേപോലെ താത്താമാരെ പോലെ സ്പീഡിൽ ആട്ടണമായിരുന്നു. പിന്നെ ഒരു ഭയങ്കര ചാട്ടായി. ഈ ജമ്പിങ്ങിൻ്റെ എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, 2 തരത്തിലുള്ള ജമ്പിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടൈപ്പിലുള്ള ആ ഒരു ബൗൺസ് ചെയ്യുന്ന ടൈപ്പിലുള്ളതില്ലേ അതിലേക്ക് പോയി. അതിലാണെങ്കിൽ വേറെ കുട്ടികളുണ്ടായിരുന്നു.
വേറെ കുട്ടികളുണ്ടായപ്പോൾ ആദ്യത്തിന് അതിൽ കയറണം. അങ്ങനെ ലാസ്റ്റ് അവൻ പറഞ്ഞിട്ട് നമ്മൾ അവനെ അതിൽ കയറി അതിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. അവന് പക്ഷേ അതിലിങ്ങനെ നിൽക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ താത്തമാരുടെ കൂടെ നല്ല ചാടി എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല കളിക്കുന്നുണ്ട് അവിടെ. അതാണ് അത് കുട്ടികൾ ശരിക്കും ഈ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ എൻജോയ് പറ്റിയ ചെയ്യും. ഒരു സ്പോട്ട്. പിന്നെ ചെറിയ പൈസയേ ഉള്ളൂ, 70 രൂപയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് ആവശ്യത്തിന് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളുണ്ട്. പിന്നെന്താ വെച്ചാലേ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലീൻ ആണ്. അതൊരു പക്ഷേ ഈ ഇതുകൊണ്ട് കൂടിയായിരിക്കും. അവിടുത്തെ ഈ പുല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, നേച്ചുറൽ ഗ്രാസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. ഏതായാലേ അംബൂസിൻ്റെ ഒരു വർഷക്കാലത്തെ ഒരാവശ്യമാണ് പാപ്പിലിയോയിൽ പോവാന്നുള്ളത്. എന്താ അറിയോ, ട്രിപ്പ് പോയപ്പോ അവൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അല്ല അതാണ് അവളെ ക്ലാസ്സിൽ അവള് പ്രീ പ്രൈമറി പഠിക്കുമ്പോൾ ഇങ്ങോട്ടായിരുന്നല്ലോ ട്രിപ്പ്. അപ്പോൾ അവൾ അന്ന് മുതൽ പറഞ്ഞതാണ് പാപ്പിലിയോയിൽ പോവാന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഈ ഒരു പാർക്കിൽ ഈ സ്കൂൾ ടൈമിൽ ഇന്നിപ്പോൾ ഇല്ല, പക്ഷേ ഈ സ്കൂൾ ടൈമിൽ വ്യാപകമായിട്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വലിയ ക്ലാസ്സുകളല്ല, ഈ LKG UKG പ്രൈമറി 1ാം ക്ലാസ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ. അതെന്താ വെച്ചാൽ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, കുട്ടികൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കുറേ പരിപാടികളുണ്ട്. ആവശ്യത്തിനുള്ള സമയത്ത് അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ഈ സ്നാക്സ് ഒക്കെ അവിടെ കിട്ടും ചെയ്യും കേട്ടോ. അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളായിട്ട് വന്നാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അല്ലേ. ഒരുപാട് വലിയതാണെന്നല്ല, നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ്, വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വരെ ഒരു ടൈമിംഗ് ഉള്ളത്. കണ്ട് അമ്പൂസൊക്കെ നടന്ന് ആവേശത്തിലാണ്, ക്ഷീണിച്ച് വരികയാണ്. അമ്പൂസ് ഹായ്, അടുത്ത പരിപാടി എന്താ? ഓക്കെ, അങ്ങനെ കിഡ്സിൻ്റെ പൂളിലാണ് ഞങ്ങളുള്ളത്. അമ്പൂസൊക്കെ അവിടെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അമ്പൂസ് ഇറങ്ങി ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ, കീഞ്ഞോ, നോ പ്രോബ്ലം. അമ്പൂസ് ഇതാ കീയാൻ പോകുന്നു. ഫ്രണ്ടിൽ നിന്നോ, ഫ്രണ്ടിൽ നിന്ന് എടുത്തോ മൈക്കച്ചു. അപ്പം ഇറങ്ങി ഇവിടുന്ന്. യെസ് 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 യെസ്. അമ്പൂസ് ഒരു ചെറിയ ഒരു പേടിയൊക്കെ ഉണ്ട് അവൾക്ക്, പക്ഷേ അമ്പൂസ് ഇറങ്ങുന്നു. പേടിയായിട്ടാണ്. ഇറങ്ങിക്കൂടെ, ചാടിക്കൂടെ. യെസ്. ഇങ്ങനെ അമ്പൂസ് അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി. ശരിക്കും മഴയത്ത് അവർ പൂളിൽ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് അല്ലേ. പൂളിൽ നിന്ന് അവർ കയറി പോരാനായിരുന്നു ബുദ്ധിമുട്ട്. മഴ എന്ന് വെച്ചിട്ട് അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക ചെയ്തു. അങ്ങനെ പൂളിലെ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും കുറെ നന്നായിട്ട് വിശന്നിരുന്നു. ഇവിടെ കുറെ നേരം വെള്ളത്തിൽ കളിച്ചല്ലേ. കുറെ സ്നാക്സ് ഒക്കെ കിട്ടണ കുറച്ച് സ്റ്റാളുകളുണ്ട്. അവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നമ്മളെ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം കുട്ടികളായിട്ട് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പൂളിലൊക്കെ ഇറങ്ങി നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കുട്ടികളെ. ഒരു 3-4 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം പൂളിൽ തന്നെയാണ് കുട്ടികൾ കുറേ സമയം സ്പെൻഡ് ചെയ്തത്. ചെറിയ പൂളാണ്, അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും. പിന്നെ ഫാമിലി പൂള് വേറെ ഉണ്ട്, നമ്മളത് അപ്പോൾ കണ്ടില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി അതിൽ കയറിയാൽ മതിയായിരുന്നു. എന്തായാലും കുട്ടികൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റിയ സ്ഥലമാണ്. ഹോളിഡേയിലൊക്കെ കുട്ടികളായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. എന്തായാലും കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.